ദൈവനാമത്തിന് മഹത്വം. ലഭിച്ച ഈ വിലയേറിയ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിട്ടുള്ള എല്ലാ കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവജനത്തിനും എൻ്റെ സ്നേഹവന്ദനം ആദ്യമായി അറിയിക്കുന്നു. അഷ്ടമിച്ചിറയിലുള്ളതായ ഈ സഭ മുഖാന്തരം 2014 മുതൽ TMM-ൽ കടന്നു വരുവാനും വ്യത്യസ്തമായിരിക്കുന്ന ശുശ്രൂഷകളിൽ ആയിരിക്കുവാനും ദൈവം കഴിഞ്ഞ നാളുകളിൽ സഹായിച്ചത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. TMM-ലുള്ളതായിരിക്കുന്ന അതിൻ്റെ ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവർക്കുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഞാനിവിടെ വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ ദൈവജനത്തിൻ്റെ മധ്യേ ഒരാത്മീകമായിരിക്കുന്ന ഉണർവുണ്ടാകണം എന്ന് വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വരുന്നവരാണ് നാം ഓരോരുത്തരും. തീർച്ചയായിട്ടും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ നാം അറിഞ്ഞിട്ടുള്ളവരാണ്. അതുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവം അതിനായിട്ട് തുടർന്നും നമ്മെ സഹായിക്കട്ടെ. ആമുഖമായി ചില വാക്കുകൾ ഓർമ്മപ്പെടുത്തി ദൈവവചനത്തിൻ്റെ ചില സത്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വാക്ക് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി ദൈവം എന്നെ ഭരമേൽപ്പിച്ച സന്ദേശം പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ. എന്നെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ദൈവം നൽകിയ വ്യത്യസ്തമായ അനുഗ്രഹങ്ങളെ ആസ്വദിക്കുന്നവരാണ് ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളും. ദൈവം എന്തിനാണ് ഈ നന്മകൾ നൽകിയത് എന്ന് അതിൻ്റെ തൊട്ട് താഴെയുള്ള വാക്യത്തിൽ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. ധാരാളം മഴ ഭൂമിയിൽ പെയ്തിട്ട് ആ ഭൂമിയിൽ നിന്ന് കൃഷിക്കാർക്ക് അനുയോജ്യമായിരിക്കുന്ന വിളവുകൾ ലഭിക്കുന്നുവെങ്കിൽ അത് അനുഗ്രഹമാണ്. ഇവിടെ ദൈവാത്മാവ് സൂചിപ്പിക്കുന്നത്, കഴിഞ്ഞ നാളുകളിൽ എത്രയോ നന്മകൾ, സ്വർഗീയമായിരിക്കുന്ന ദാനങ്ങൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദൈവവചനത്തിന്റെ ശക്തിയെല്ലാം ആസ്വദിച്ച് അനുഭവിച്ചവരായ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ന്യായമായത് ചിലത് പ്രതീക്ഷിക്കുന്നു. എന്താ ദൈവം പ്രതീക്ഷിക്കുന്നത്? അവന് പ്രസാദകരമായ നിലയിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുക. പഴയ നിയമത്തിൽ യെശയ്യാവിന്റെ പ്രവചനത്തിൽ സമാനമായ ഒരു ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു സ്ഥലം തെരഞ്ഞെടുത്തു, കല്ലുകളൊക്കെ നീക്കി, വേലി കെട്ടി, ഒരു മുന്തിരി വള്ളി അവിടെ നട്ടു, ഒരു ചക്കും അവിടെ നാട്ടി, കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ രക്ഷിച്ചതും നമ്മെ നാളിതുവരെ നിലനിർത്തിയതും നമുക്ക് വേണ്ടി നന്മകൾ തന്നതുമെല്ലാം നാം തനിക്ക് വേണ്ടി പ്രയോജനപ്പെടുക എന്നുള്ളതാണ്. അത് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ അതൊട്ടും കൂടുതലല്ല എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ നമുക്ക് തിരിച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ പ്രവാചകൻ അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, ഇനി ഞാൻ എന്തു ചെയ്യേണ്ടു? ആ വേലി ഞാൻ പൊളിച്ചു കളയും.
അത് അന്യർ പ്രവേശിക്കും, ചവിട്ടിക്കളയും. ഈ എബ്രായ ലേഖനത്തിലും അതിന് സമാനമായ വാക്കാണ് നമ്മൾ കാണുന്നത്. മുള്ളും പറക്കാരെയും മുളപ്പിക്കുന്നു എങ്കിലോ അതിനെ ചുട്ടുകളക, അത്രേ അതിൻ്റെ അവസാനം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ എത്രയോ നന്മകൾ ആസ്വദിക്കുവാനായി, രുചിക്കുവാനായിട്ട് എൻ്റെ ദൈവം തന്നു. എന്നാൽ എനിക്കെന്ത് പകരം ചെയ്യുവാൻ, പകരം കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചിന്തിക്കുവാനും നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തുവാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ചുരുക്കം ചില നിമിഷങ്ങളാണ് നമ്മുടെ മുൻപിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഉള്ളത്. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ എൻ്റെ ഹൃദയത്തിൽ ധാരാളമായിട്ട് ചിന്തിക്കുന്നതും മതിക്കുന്നതും ചിലയിടങ്ങളിലെങ്കിലും ഞാൻ പറഞ്ഞിട്ടുള്ളതും ഞാൻ ആയിരിക്കുന്ന സ്ഥലം സഭയിൽ കഴിഞ്ഞ അനേക നാളുകളായി പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ചെലുത്തുവാൻ, അതിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. ഇത് അപ്പോസ്തലനായിരുന്ന പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. ആ സഭയുടെ ആരംഭത്തെ കണ്ടവനും ആ സഭയുടെ പുരോഗമനത്തെ കണ്ടവനും ആ സഭയുടെ ഇന്നത്തെ അവസ്ഥ കാണുന്നവനുമായ പൗലോസിന്റെ ആ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണത്. ആ സഭയുടെ ആരംഭം, അവിടെയുള്ള വ്യക്തികളുടെ ആ തുടർമാനമായിരിക്കുന്ന ജീവിതം, എന്നാൽ ഇന്ന് അവർക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ വ്യക്തമായി വിലയിരുത്തിക്കൊണ്ട് ദൈവത്തിൽ നിന്നും പ്രാപിച്ചതായ സന്ദേശങ്ങൾ അവർക്ക് നൽകുമ്പോൾ അതിന്റെ ഒടുവിൽ ദൈവം നൽകിയ ഈ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ, നിങ്ങളെ ഒന്ന് മടക്കി വരുത്തുവാൻ, യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം ഇടവരുത്തട്ടെ എന്നുള്ളതായിരിക്കുന്ന പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു കാര്യം നാം ദൈവസന്നിധിയിൽ ഓർക്കണം. ദൈവദാസൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ, തുടക്കത്തിലെ പ്രാർത്ഥിച്ച ആ ദൈവദാസൻ പറഞ്ഞതുപോലെ, നമ്മളിവിടെ കൂടി വന്നതൊന്നും വ്യർത്ഥമല്ല. ദൈവത്തിന് നമ്മോട് ചിലത് സംസാരിക്കുവാനുണ്ട്. നമ്മുടെ ആരംഭം കണ്ടവൻ, നാളിതുവരെയുള്ള ജീവിതം കണ്ട ആ ദൈവത്തിന് നമ്മോട് ചിലത് പറയാനുണ്ട്. അത് പറയുന്നത് കേൾക്കുവാനുള്ള ആർത്തി നമുക്ക് ഉണ്ടാകണം. വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിച്ച് സഭകൾക്ക് ദൂതെഴുതുമ്പോൾ അവിടെ കാണുന്ന ഒരു പ്രയോഗം എങ്ങനെയാണല്ലോ, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്താണോ എന്നെ കുറിച്ച്, എന്താണോ എന്നോട് ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ചത് അതിന് എന്നെ വിധേയപ്പെടുത്തുക. അതാണ് അതിന്റെ താല്പര്യം. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അത് നമ്മിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്ന ഒരു സത്യമാണല്ലോ. അത് ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതായിട്ട് ഹൃദയത്തെ തുളച്ച് കയറ്റി നമ്മുടെ ചിന്തകളെ, നമ്മുടെ ഭാവങ്ങളെ എല്ലാം തന്നെ എന്താണ് നാം എന്നുള്ളത് ദൈവവചനം സ്കാൻ ചെയ്ത് നമ്മുടെ മുൻപാകെ കൊണ്ടുവരും. അതാണ് ദൈവത്തിന്റെ വചനം നമ്മിൽ ചെയ്യുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറയട്ടെ. നമുക്കറിയാം, ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ ഒരു ഡോക്ടർ അവനെ പരിശോധിച്ച് അവന് വേണ്ടതായിരിക്കുന്ന മരുന്നുകളൊക്കെ നൽകി കഴിയുമ്പോൾ ആ ഡോക്ടർ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് കരുതുക, ഇവന് ഈ മരുന്നിനോട് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മരുന്നിനോട് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം ഇനി ഏറെ നാൾ മുൻപോട്ട്
ഇല്ല എന്നുള്ളതാണ്. എങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് തന്റെ വചനത്തിലൂടെ നമ്മെ സ്കാൻ ചെയ്തിട്ട് ഇതാണ് നിന്റെ ജീവിതത്തിൽ തിരുത്തലുകൾ ആവശ്യമാണ്, മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞ് അത് അംഗീകരിക്കുവാനുള്ള മനസ്സ് കാണിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതം ഏറെ നാൾ കഴിയും മുമ്പേ തട്ടി തകർന്നു പോകുവാൻ സാധ്യതയുണ്ട്. അതുണ്ടാകാതിരിക്കുവാനുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ദൈവദാസനായിരുന്ന പൗലോസ് അപ്പോസ്തലൻ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായത്. എന്തായിരുന്നു സഭയ്ക്ക് വേണ്ടിയുള്ള അവന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്? നാം ഇവിടെ വായിച്ചതുപോലെ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ ഒന്ന് യഥാസ്ഥാനത്ത് ആക്കുമാറാകട്ടെ. പഴയതുപോലുള്ളതായ അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ ആരംഭത്തിലുള്ളതായ അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിൻ്റെതായ അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ പണ്ടത്തെ പോലുള്ള ആ നല്ല കാലത്തിലേക്ക് നിങ്ങളെ ദൈവം ഒന്ന് തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ. അതായിരുന്നു പൗലോസിന്റെ പ്രാർത്ഥന. ഈ 2 ദിവസം മുൻപ് ഒരു ദൈവദാസനിൽ നിന്ന് ദൈവവചനം പഠിച്ചപ്പോൾ താൻ പറഞ്ഞ ഒരു വാക്ക്, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇസഹാക്ക് തന്റെ പിതാവായിരുന്ന അബ്രാഹാമിന്റെ മരണശേഷം ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞതായ കിണറുകൾ ഇസഹാക്ക് വീണ്ടും ആ മണ്ണ് മാറ്റി അതിനെ കുഴിച്ചു വീണ്ടും അത് പ്രയോജനമുള്ളതാക്കി തീർത്തു എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ആ കിണർ അബ്രാഹാമിന്റെ കാലത്ത് നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. എന്നാൽ അതിന് ശത്രുക്കൾ വന്ന് അതിന്റെ ഉറവയെ മണ്ണിട്ട് കളഞ്ഞു, അതിനെ മൂടിക്കളഞ്ഞു. എന്നാൽ ഇസഹാക്ക് എന്താ ചെയ്തത്? ആ കിണറിനെ നന്നാക്കിയെടുത്തു. അതിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അന്ന് രാത്രി ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഇങ്ങനെ പറയട്ടെ, പണ്ടത്തെ പോലെയുള്ളതായ ഒരു നല്ല കാലത്തിന് വേണ്ടി, 1-ാം നൂറ്റാണ്ടിലേതുപോലുള്ള ആത്മീകാനുഭവങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളും ഒന്ന് ആഗ്രഹിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ, അതിനുവേണ്ടി അധ്വാനിക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷനായി നമ്മോട് സംസാരിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. നാം തന്നതരാണോ? നാം അതിന് ഒരുക്കമുള്ളവരാണോ? അതാണ് ചോദ്യം. എനിക്ക് ആ പണ്ടത്തെ പോലെയുള്ള നല്ല കാലം വേണം. ഞാൻ രക്ഷിക്കപ്പെട്ട നാളുകളിൽ ഉണ്ടായിരുന്നതായ ആത്മീക സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. പഴയ നിയമ പിതാക്കന്മാരൊക്കെ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, അല്ലെ? പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണം, ഞങ്ങളെ മടക്കി വരുത്തണം, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. പഴയ നിയമത്തിൽ എത്രയോ ദൈവഭക്തന്മാർ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗം മറുപടിയും നൽകിയിട്ടുണ്ട്. എല്ലാം വിശദീകരിക്കുവാൻ എൻ്റെ മുൻപിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. പ്രിയമുള്ളവരെ, പണ്ടത്തെ പോലെ അല്ലെങ്കിൽ മുമ്പിലത്തെ പോലെ 1-ാം നൂറ്റാണ്ടിലേതുപോലുള്ള ഒരു അനുഭവം, ഒരു യഥാസ്ഥാനത്വം സാധ്യമാണോ? സാധ്യമല്ലെന്നാണ് നമ്മുടെ ചിന്തകൾ പറയുന്നത്, സാധ്യമല്ലെന്നാണ് സാഹചര്യങ്ങൾ പറയുന്നത്. എന്നാൽ ഈ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുമ്പോൾ 2 കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തട്ടെ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. ദൈവം സമാധാനത്തിന്റെ ദൈവം, നിരപ്പിന്റെ ദൈവമാണ്. തന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നവരെ തിരികെ കൊണ്ടുവന്ന് അവരെ പണ്ടത്തെ പോലെ ആക്കുന്നവനാണ് ദൈവം. അവൻ നിരപ്പിന്റെ ദൈവം, സമാധാനത്തിന്റെ ദൈവം. 2, ആ ദൈവം ആടുകളുടെ അല്ല, നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ ദൈവമാണ്. സ്തോത്രം. അതേ പ്രിയമുള്ളവരെ, യേശുവിനെ
തന്റെ ആത്മാവിനാൽ മരിച്ച അടക്കിയ കല്ലറയിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഉന്നതമായ നാമം നൽകി ആദരിച്ച ആ പിതാവായിരിക്കുന്ന ദൈവത്തിന് നമ്മെയും യഥാസ്ഥാനത്താക്കി പണ്ട് നമ്മെ ഉപയോഗിച്ചതുപോലെ പിന്നെയും നമ്മെ ഉപയോഗിക്കുവാൻ, നമ്മെ പ്രയോജനപ്പെടുത്തുവാൻ ഈ ദൈവത്തിന് സാധിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വചനം ഉൾക്കൊള്ളുന്നുണ്ട്? എത്ര പേര് വചനത്തോട് ആമേൻ പറയും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ രാത്രിയിൽ അത് നമ്മിൽ ഉണ്ടായേ പറ്റുകയുള്ളൂ. ഇവിടെ നമ്മൾ ഒരു വാക്ക് ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തട്ടെ എന്നാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ താല്പര്യം? നമ്മെ യഥാസ്ഥാനപ്പെടുത്താതെ അവന്റെ ഇഷ്ടം ചെയ്യുക സാധ്യമാണ്. അവൻ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നാം വരുന്നില്ലെങ്കിൽ നമ്മെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയില്ലെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്ന ആ കാര്യങ്ങളോട് ആമേൻ പറഞ്ഞ് ദൈവകരങ്ങളിൽ സമർപ്പിക്കുമെങ്കിൽ, അബ്രഹാം കുഴിച്ചതായ കിണറ് മണ്ണിട്ട് നികത്തിയത് ഇസഹാക്ക് വീണ്ടും അതിനെ പ്രയോജനമുള്ളതാക്കി മാറ്റിയതുപോലെ ഇന്ന് നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ പല കാരണങ്ങളാൽ നമുക്ക് തന്നതായ കൃപാവരങ്ങളെയും നമുക്ക് ലഭ്യമായിരുന്ന ശുശ്രൂഷകളെയും പിശാചായിരിക്കുന്നവൻ നമ്മെ മണ്ണിട്ട് മൂടി ഇന്ന് പ്രയോജനരഹിതമാക്കി തീർത്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മേൽ വീണിരിക്കുന്ന മണ്ണ്, നമ്മുടെ മേൽ വീണിരിക്കുന്ന കല്ലുകളെ അകറ്റിക്കളഞ്ഞ് വീണ്ടും ദൈവത്തിന്റെ പ്രസാദകരമായ ശുശ്രൂഷകൾക്ക് വേണ്ടി നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തേണ്ടത് ഈ രാത്രിയിൽ വളരെ ആവശ്യമാണ്. അങ്ങനെ നമുക്ക് സംഭവിക്കുന്നില്ലെങ്കിൽ ഈ കൂടിവരവ് വ്യർത്ഥമാണ്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ പ്രിയമുള്ളവരെ. തീർച്ചയായിട്ടും ഒരു യഥാസ്ഥാനത്വം സാധ്യമാണ് എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്ന സത്യം. നമുക്കറിയാം, നാം മുടിയനായ പുത്രൻ എന്ന് വിളിക്കുന്ന ആ ഇളയ മകൻ അപ്പനെ വിട്ട് പോയവനാണ്. ആ പിതാവിന് അവനെ പിന്നീട് പ്രയോജനകരം ചെയ്തില്ല. എന്നാൽ നമുക്കറിയാം, അവൻ തിരികെ വരുമ്പോൾ നാം അവിടെ വായിക്കുന്നത് എന്താണ്? ആ പിതാവ് അവന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ ചുമ്മാ കാത്തിരിക്കുകയായിരുന്നില്ല. അവന് ധരിക്കുവാനുള്ള വസ്ത്രവുമായി, അവന്റെ കൈക്കിടുവിക്കുവാനുള്ള മോതിരവുമായി, അവന്റെ കാലിന് ഇടുവാനുള്ള ചെരുപ്പുമായി, അവൻ കടന്നു വരുമ്പോൾ സന്തോഷത്തോടുകൂടെ ഒരു യാഗം കഴിക്കുവാൻ ആവശ്യമായ കാളക്കിടാവുമായിട്ടാണ് ആ പിതാവ് കാത്തിരുന്നത്. എന്തിനാ? അവന് വീണ്ടും തനിക്ക് കിട്ടണം, അവനെ വീണ്ടും എനിക്ക് പ്രയോജനപ്പെടുത്തണം, അവനെ എന്റെ വീട്ടിൽ നിൽക്കണം. ദൈവത്തിന്റെ മഹത്വം. ഇവിടെ നമ്മൾ ആ വാക്ക് ഇവിടെ വായിക്കുന്നുണ്ട്, എല്ലാ നന്മയിലും നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മെ ദൈവമൊന്ന് മടക്കി വരുത്തുവാൻ, നമ്മെ വീണ്ടും അവന് ഉപയോഗിക്കുവാൻ കഴിയുന്ന മാനപാത്രങ്ങളാക്കി തീർക്കുവാൻ ഈ ദൈവത്തിന് വളരെ ആഗ്രഹമുണ്ട്. നാം അതിന് സന്നദ്ധരാണോ? അവൻ കാത്തിരിക്കുകയാണ് വീണ്ടും നമ്മെ ആ നല്ല വസ്ത്രമൊന്ന് ധരിപ്പിക്കുവാൻ, വീണ്ടും അവന്റെ കരങ്ങളിലെ ആയുധങ്ങളായിട്ട് നമ്മെ ഉപയോഗിക്കുവാൻ ഈ ദൈവം കാത്തിരിക്കുന്നു. നാം സന്നദ്ധരാണെങ്കിൽ ഇന്നിവിടെ ഇരിക്കുന്ന നമ്മെ, 1-ാം നൂറ്റാണ്ടിലെ ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം അതിശക്തമായി ഉപയോഗിച്ചതുപോലെ ഈ തലമുറയിൽ എന്നെയും നമ്മെയും ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല. അവന്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. 1-ാം നൂറ്റാണ്ടിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്ക് മങ്ങലേറ്റിട്ടില്ല. ആത്മശക്തിക്ക് കുറവ് വന്നിട്ടില്ല. ഇന്നും അവന് നമ്മെ ഉപയോഗിക്കുവാൻ കഴിയും. ചോദ്യം ഇതാണ്, ആർക്ക് വേണം യഥാസ്ഥാനത്വം? അതിന് വില കൊടുക്കണം. യഥാസ്ഥാനത്വത്തിന് വില കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന, നമ്മുടെ ജീവിതത്തെ മൂടിയിരിക്കുന്ന ആ കല്ലും മണ്ണും നീക്കം ചെയ്യണം. അതിന് പണിയുണ്ട്. ആ മുടിയൻ പുത്രൻ തിരികെ വരുമ്പോൾ അവൻ ധരിച്ചിരുന്നതായ മുഷിഞ്ഞ വസ്ത്രം അത് മാറ്റിക്കളയണം. അതിന്റെ മോളിൽ പുതിയതിടുക സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിന്റെ രൂപാന്തരത്തിന് ശേഷം മാത്രമേ ദൈവത്തിന് നമ്മെ പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയൂ. അവന്റെ കരങ്ങളിലെ നല്ല മാനപാത്രങ്ങളായി നാം തീരുവാൻ തക്കവണ്ണം ആവശ്യമായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, എന്തായിരുന്നു ഈ പണ്ടത്തെ ആത്മീകാനുഭവങ്ങൾ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ യഥാസ്ഥാനത്വം വേണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം അത് എന്തിനാണ്, ഏത് കാലത്തെ കുറിച്ചാണ് ആ പറയുന്നത്.
എന്റെ മുൻപിലുള്ള സമയത്തിന്റെ മുമ്പിൽ 2-3 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ പഴയ നിയമത്തിൽ ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ആത്മീക അനുഭവം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവർ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നു. അവർ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നു. അവിടെ എത്ര പേരുണ്ടായി എന്നതിലല്ല നമ്മുടെ കാര്യം ഇരിക്കേണ്ടത്. അവിടെ 12 പേരോ 120 പേരോ ആകട്ടെ, ആ വീടിനകത്ത് കൂടിയിരുന്ന സകലരെയും ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അനുഭവമാണത്. എല്ലാവരെയും പരിശുദ്ധാത്മാവ് തന്റെ സ്വാധീന വലയത്തിലാക്കി, എല്ലാവരെയും പരിശുദ്ധാത്മാവ് തന്റെ നിയന്ത്രണത്തിലാക്കി, എല്ലാവരെയും പരിശുദ്ധാത്മാവ് തനിക്ക് ഉപയോഗിക്കത്തക്കവണ്ണമുള്ള നിലവാരത്തിലേക്ക് കൊണ്ടുവന്നു. എന്താണ് അതിന്റെ കാരണം? ഈ ശിഷ്യന്മാരോടുകൂടെ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ, അവരോടുകൂടെ ആയിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞ വാഗ്ദാനങ്ങൾ നിരവധിയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും അതിന്റെ 16-ാം അധ്യായത്തിലും അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിലും ചില വാക്കുകൾ ഞാൻ നിങ്ങളെ ഓടിച്ച് ഒന്ന് കേൾപ്പിക്കാം. യോഹന്നാൻ 14:16 എങ്ങനെയാണ് വായിക്കുന്നത്? അവിടെ ഒരു സത്യം പറഞ്ഞിട്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളെ ഞാൻ അനാഥരായി വിടില്ല, കാരണം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കും. പരിശുദ്ധാത്മാവിന് എന്നേക്കും നിങ്ങളോടുകൂടെ വസിക്കേണ്ടതെന്ന് ഞാൻ അയച്ചു തരും. 14:26 സകലവും അവൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരും. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാകുന്നു മകനെ വഴി, ഇതിലൂടെ പൊയ്ക്കൊള്ളുക എന്നുള്ള ഒരു ശബ്ദം നിന്റെ പുറയിൽ നിന്ന് നീ കേൾക്കും. ആരാ കേൾക്കുന്നത് ഇന്ന് ഈ ശബ്ദം? ഇന്ന് നാം ചെയ്യുന്ന പ്രവർത്തികൾ ആരുടെ ഇഷ്ടപ്രകാരമാണ്? പരിശുദ്ധാത്മാവ് പറയുന്ന വല്ല ആലോചനകൾക്കും ഉപദേശങ്ങൾക്കും നാം കാതോർക്കുന്നവരാണോ? എങ്കിൽ മാത്രമേ നാം ആത്മനിറവുള്ളവർ എന്ന് പറയുവാനായിട്ട് സാധിക്കൂ. 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ സകല സത്യത്തിലും വഴി നടത്തും, വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്നാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ മുഴുവൻ നിയന്ത്രണത്തിലും തന്റെ ശിഷ്യന്മാര് ആകണമെന്നുള്ള ആഗ്രഹമായിരുന്നു പരിശുദ്ധാത്മാവിനെ അവർക്ക് വാഗ്ദത്തം ചെയ്യുമ്പോൾ കർത്താവിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ അപ്പോസ്തല പ്രവൃത്തി 1:8 നാം വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകും എന്നാണ്. പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. അവന്റെ സാക്ഷികളാകുവാൻ, അവന്റെ വാക്ക് കേട്ട്, അവന്റെ ഉപദേശം കേട്ട്, അവൻ നടത്തുന്ന വഴികളിലൂടെ മാത്രം നടന്ന്, അവൻ അറിയിച്ചു തരുന്നതായ ആലോചനകളെ മാത്രം പറഞ്ഞ് ജീവിക്കുന്ന അനുഭവമാണ് ആത്മനിറവുള്ള അനുഭവം എന്ന് പറയുന്നത്. എന്റെ ബുദ്ധിക്ക് സ്ഥാനം കൊടുക്കുന്നതല്ല, എന്റെ പഠനത്തിന് സ്ഥാനം കൊടുക്കുന്നതല്ല. പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ എല്ലാം അപ്പുറത്ത് ദൈവം നമുക്ക് എഴുതപ്പെട്ട വചനം തന്നിട്ടുണ്ട്. എന്നാൽ അതേ വചനം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നതായ ആത്മാവിന്റെ പ്രകാശനം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകണം. ദൈവാത്മാവ് പ്രകാശനം തന്നാൽ മാത്രമേ അത് കേൾവിക്കാരിൽ മാറ്റങ്ങൾക്ക് കാരണമായിട്ട് തീരുകയുള്ളൂ. അങ്ങനെയുള്ള ശുശ്രൂഷകളാണ് കേട്ടോ ദൈവം ഈ നാളുകളിൽ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അത് ഉണ്ടാകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ആത്മാവിനാലാണ് ദൈവം അവരെ നിറച്ചത് എന്ന് പറഞ്ഞാൽ തന്റെ പുത്രനായ യേശു ക്രിസ്തു അവർക്ക് വാഗ്ദത്തം ചെയ്തതായ ആ പരിശുദ്ധാത്മാവിനെ കൊണ്ട് അവരെ നിറച്ചു എന്നാണ്. 2-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ആ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു എന്നാണ്. ദൈവാത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്ക്, ദൈവാത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് ആ ദൈവദാസന്മാരെ അങ്ങ് നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവം, എന്തൊരു ഭാഗ്യകരമായ അനുഭവം. പ്രിയപ്പെട്ടവരെ, നാം ഓർക്കും ഇത് വലിയ ഭാരമാണ്.
അല്ല, ഇത് സന്തോഷകരമാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്നെ നിയന്ത്രിക്കട്ടെ, ദൈവത്തിന്റെ ആത്മാവ് എന്നെ നടത്തട്ടെ, അവൻ തരുന്ന ഉപദേശത്തെ ഞാൻ അംഗീകരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. അതേ പ്രിയപ്പെട്ടവരെ, പിന്നീട് നാം വായിക്കുന്നുണ്ട്, ഇവർ ആത്മാവിൽ വൻകാര്യങ്ങളെ പറയുമ്പോൾ, അവിടെ പത്രോസ് അപ്പോസ്തലൻ ആത്മാവിന്റെ നിറവിൽ സംസാരിക്കുമ്പോൾ ചിലർ അത് കേട്ട് പരിഹസിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ആ പരിഹാസത്തിന്റെ മുൻപിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവിൽ ഒരു വ്യക്തി നിറയപ്പെട്ടാൽ അവന്റെ പരിസരങ്ങൾ, ഞാൻ ഇങ്ങനെ പറയട്ടെ, അവന്റെ ചുറ്റുപാടുകളെ അതവനെ സ്വാധീനിക്കില്ല. പരിഹസിക്കുന്നവർ അവിടെ ഉണ്ടായിരുന്നു, ഉപദ്രവിക്കുന്നവർ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, അവരെ നിന്ദിച്ചവർ ഉണ്ടായിരുന്നു, അവർ തടവിലായി കഴിഞ്ഞിരുന്നു, അനേകരെ കൊല്ലപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, സാഹചര്യങ്ങളൊന്നും ആത്മനിറവുള്ള ദൈവമക്കളെ സ്വാധീനിക്കില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവാത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്നവർക്ക് അവർ നേരിടുന്ന സാഹചര്യങ്ങൾ ഏത് തന്നെയായിരുന്നാലും ആ സാഹചര്യങ്ങളെ അവരെ കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല. മറിച്ച് സാഹചര്യങ്ങളെ മറികടന്നും ദൈവത്തിന് വേണ്ടി അവർ നിൽക്കും. അതാണ് പത്രോസ് തന്റെ ചുറ്റും കൂടിയവരോട് നിന്ന് ദൈവവചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവർ പരിഹസിച്ചു പറഞ്ഞു. പക്ഷെ പത്രോസ് അങ്ങ് എഴുന്നേറ്റ് നിന്നിട്ട് ഉറക്കെ സംസാരിച്ചു എന്നാണ്. എന്റെ വാക്ക് കേൾക്ക് എന്നാ പറഞ്ഞത്, എന്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ എന്നിട്ടാ പറഞ്ഞത്. അവിടെ ഇത് ചുമ്മാ ഉണ്ടായതല്ല, ഇത് ദൈവത്തിന്റെ തിരുവെഴുത്തുകളുടെ നിവൃത്തിയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒന്നല്ല, ഇത് ദൈവവചനത്തിന്റെ നിവൃത്തിയാണ്. നാം അത് നിറയപ്പെടണം. ദൈവത്തിന്റെ ആത്മാവിൽ നിരന്തരമായി നിറയപ്പെടുന്ന ഒരനുഭവം നമുക്കുണ്ടാകണം. 4-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് നാം അവിടെ വരുമ്പോഴും എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ കേവലം ഒരു ചുരുക്കം പേര് എന്നല്ല. 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആരംഭത്തിൽ വായിക്കുന്നുണ്ട്, വിശ്വസിച്ചവരുടെ എണ്ണം, പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി എന്നാണ്. എങ്കിൽ ആ കൂടി വന്നിരുന്ന ആളുകളുടെ എണ്ണം എത്രയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവരെ എല്ലാവരെയും പരിശുദ്ധാത്മാവ് നിറച്ചു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവർ, എന്തൊരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതമായിരുന്നു അവരുടേത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. രണ്ടാമത് ഒരു ചിന്ത ഞാൻ പറയട്ടെ. 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഞാൻ അവിടെ നേരത്തെ ചിന്തിച്ചതുപോലെ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. ഒന്ന് നാം ഓർക്കണം, 1-ാം നൂറ്റാണ്ടിലെ ആത്മീകാനുഭവങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരുന്നു. രണ്ടാമത്തേത് ആത്മനിറവിലുള്ള വചന ശുശ്രൂഷയത്രേ അവർ ചെയ്തത്. 4-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ അവരുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്താണ്? നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. അവരെന്താ പ്രാർത്ഥിച്ചത്? ചുമ്മാതുള്ളൊരു വചന ശുശ്രൂഷയല്ല. ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ വചനമാണ്, ഞങ്ങൾക്ക് വേണ്ടത് ധൈര്യമാണ്, ഞങ്ങൾക്ക് വേണ്ടത് കൃപയാണ്. അതിന്റെ ഉത്തരം 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അതിന്റെ 33-ന്റെ ഒടുവിൽ എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. 33-ന്റെ ആദ്യം അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. പ്രിയപ്പെട്ടവരെ, പൂർണ്ണ ധൈര്യത്തോടുകൂടെ, ശക്തിയോടുകൂടെ, ദൈവകൃപയോടുകൂടെ, ആത്മനിറവോടുകൂടെ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന ഒരാത്മീകാനുഭവം 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭകൾക്കുണ്ടായിരുന്നു. നാം ഒന്ന് തിരിഞ്ഞു നോക്ക്. ഇന്നത്തെ നമ്മുടെ സ്ഥലം സഭകളിലുള്ള വചന ശുശ്രൂഷകളുടെ നിലവാരം നാം ഒന്ന് പരിശോധിച്ചു നോക്കൂ, നാം ഒന്ന് ചിന്തിച്ചു നോക്ക്.
ദൈവാത്മാവിന്റെ നിയന്ത്രണമുള്ള നിറവുള്ളതായ ധൈര്യത്തോടുകൂടിയ കൃപയോടുകൂടിയ എത്ര വചന ശുശ്രൂഷ നമ്മുടെ സ്ഥലം സഭകളിൽ ഇന്ന് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ ഇതിനൊരു മാറ്റം വേണം. പിതാക്കന്മാരായിരുന്ന ആളുകൾ എത്ര ശക്തിയോടുകൂടെ മൈക്കില്ലാത്ത കാലത്ത് പാട്ടും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് പെരുവഴികളിൽ ഇറങ്ങി നിന്ന് അവർ ദൈവത്തിന്റെ വചനം ഏറ്റുപറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ അനേകരും മാനസാന്തരപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുന്ന ഒരു കാഴ്ച. അതാണ് മൂന്നാമത്തെ ഒരു കാര്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന 2-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഇത് കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എന്തു ചെയ്യേണ്ടു എന്നൊരു ചോദ്യം ഇന്നെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? നാം എല്ലാവരും ഒരുപോലെ പരിതപിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രവർത്തനങ്ങൾ എത്രയോ നടക്കുന്നു, പക്ഷേ ആരുടെയും ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന ചോദ്യത്തോടുകൂടെ നമ്മുടെ അടുക്കേക്ക് വരുന്നവരുടെ എണ്ണം ഇന്ന് കുറഞ്ഞുപോയി. നമുക്കൊരു യഥാസ്ഥാനത്വം ഇതിൽ ആവശ്യമാണ്. ആ 1-ാം നൂറ്റാണ്ടിലെ ആ ആത്മീകമായിരിക്കുന്ന അനുഭവം നമുക്ക് ഉണ്ടാകേണ്ടതാണ്. 4-മതൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 2-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ആരാണ് ഈ അവർ? ഈ കഴിഞ്ഞ ഏതാനും നാൾ വരെ മുക്കവന്മാരായി അറിയപ്പെട്ടിരുന്നവർ, സാധാരണ മനുഷ്യർ എന്ന് മുൻവിധിയോടെ ആളുകൾ കണ്ടിരുന്നവർ, പ്രത്യേകമായിരിക്കുന്ന ഡ്രസ് കോഡ് ഇല്ലാതിരുന്ന ആ സാധാരണക്കാരായിരുന്ന ദൈവത്തിന്റെ അപ്പോസ്തലന്മാരോടുകൂടെ ഈ പ്രിയപ്പെട്ടവർ ചേർന്നു. അവരെവിടമാണ് വിട്ടത്? നമുക്കറിയാം. കോടാനുകോടികൾ ചെലവഴിച്ചതായ മണിമന്ദിരങ്ങൾ വിട്ട്, ഉടയാടുകളും എടുത്തു നിൽക്കുന്ന മഹാപുരോഹിതന്മാരുടെ കൂട്ടത്തിൽ നിന്നും വിട്ട്, ന്യായപ്രമാണം വ്യക്തമായി അറിയാകുന്ന പരീശന്മാരുടെ നടുവിൽ നിന്ന് ഈ സാധാരണക്കാരോട് ചേർന്ന് വരുവാൻ 1-ാം നൂറ്റാണ്ടിൽ ദൈവം ഇടവരുത്തി. അത് പണ്ട് കാലത്ത് ഒരു ആത്മീകാനുഭവമായിരുന്നു. ആദ്യ നാളുകളിൽ ദൈവദാസനെ ഓർക്കുന്നുണ്ടാകാം, നമ്മുടെ സഭാഹോൾ AC ആയിരുന്നിട്ടൊന്നുമല്ല ആളുകൾ മുൻപോട്ട് വന്നിരുന്നത്. ചറ്റക്കുടിലുകൾക്ക് സമാനമായ ഓലകൾ മേഞ്ഞതാരിക്കുന്ന കെട്ടിടങ്ങളിലേക്ക് പാവപ്പെട്ടതാരിക്കുന്ന ദൈവദാസന്മാർ ദൈവവചനം സംസാരിച്ചപ്പോൾ, നാളെ എങ്ങനെ കഞ്ഞി കുടിക്കുമെന്ന് ഭാരപ്പെട്ട ദൈവദാസന്മാരുടെ പ്രസംഗത്താൽ അവരുടെ പശ്ചാത്തലം നോക്കാതെ, അവരേത് പശ്ചാത്തലത്തിൽ നിന്നാണ് വന്നത് എന്ന് നോക്കാതെ, ദൈവത്തിന്റെ ദൈവാത്മാവ് വ്യാപരിച്ചപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി. അവർ മാനസാന്തരപ്പെട്ട് ഈ പാവപ്പെട്ട ദൈവദാസന്മാരോട് ചേർന്നു. ഒരു കാലത്ത് നമ്മോടും അങ്ങനെ തന്നെയായിരുന്നു. 10 പൈസയ്ക്ക് നിവർത്തിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ അന്ന് നമ്മുടെ പ്രസംഗം കേട്ട ആളുകൾ മാനസാന്തരപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് കാലങ്ങൾ മാറി. ഇന്നെല്ലാം ന്യൂജനായപ്പോൾ ദൈവാത്മാവിനെ നമ്മൾ മറന്നു കളഞ്ഞു. എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ? താവേ, ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. 1-ാം നൂറ്റാണ്ടിലെ ആ ആത്മീകാനുഭവത്തിലേക്ക് ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ അനുഭവം, ആത്മനിറവിൽ ശുശ്രൂഷിച്ചതായ അനുഭവം, അതിന്റെ പ്രതികരണം എന്നോണം ആളുകൾ ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നതായിരിക്കുന്ന അനുഭവം, ആളുകൾ ദൈവദാസന്മാരോട് ചേർന്ന് വന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, നാളുകളിൽ ഉണ്ടാകില്ലേ? നിരാശപ്പെടാതെ ധൈര്യത്തോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തലനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെയും ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. യഥാസ്ഥാനപ്പെടുത്താൻ സാധിക്കും. കാരണം അവിടെ നമ്മൾ വായിച്ചതുപോലെ നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. 2, തന്റെ പുത്രനായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും അവൻ മടക്കി വരുത്തിയ ദൈവമാണ് എങ്കിൽ, ഓ സ്തോത്രം, തന്റെ വിശുദ്ധമായ രക്തം കൊണ്ട് വിലക്കി വാങ്ങിയ തന്റെ ജനത്തെ ഒരിക്കൽ കൂടെ അവന് തന്റെ കരങ്ങളിൽ എടുത്ത് ഒന്ന് ഉപയോഗിക്കുവാൻ ഒരു മോഹം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? കർത്താവേ,
അടിയനെ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. എന്നെ ഉപയോഗിക്കണമേ. ഇല്ല, എൻ്റെ കാലം കഴിഞ്ഞിട്ടില്ല കർത്താവേ, ഇനിയും എന്നെ ഉപയോഗിക്കണം. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം എനിക്ക് തിരികെ തരണമേ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ ഇവിടെ നിന്നും പിരിഞ്ഞു പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവസരം തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.